പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 11-ാം തീയതി ബുധനാഴ്ച, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. എക്ലേസിയാസ് ചാപ്റ്റർ 3 വേഴ്സ് 14 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്നൊന്നും കുറയ്ക്കുവാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാൽ രചിക്കപ്പെട്ടിരിക്കുന്ന ധന്യമായ ഒരു കാവ്യഗീതമാണല്ലോ സഭാപ്രസംഗി. 3-ാം അധ്യായം സകലത്തിൻ്റെയും കാലത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. ഓരോന്നിനും അതിൻ്റെ സമയം, അതിൻ്റെ കാലം ഉണ്ട്. അങ്ങനെ എല്ലാം ക്രമീകൃതമായി പറഞ്ഞു വന്നിട്ട് ശലോമോൻ പറയുകയാണ്, ദൈവം ചെയ്തിരിക്കുന്നത് മുഴുവനും ശാശ്വതമായിട്ടാണ്. ശാശ്വതം എന്ന മലയാള പദത്തിന്റെ അർത്ഥം നമുക്കേവർക്കും അറിയാം. പൂർണ്ണമായത്, അവസാനത്തേത്, മാറ്റുവാൻ പറ്റാത്തത്. അതെ, ദൈവം ചെയ്തിരിക്കുന്നത്, പദ്ധതിയിട്ടിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കും മാറ്റുവാൻ കഴിയുകയില്ല. തുടർന്ന് ആ വാക്യം പൂർത്തീകരിക്കുന്നതും അങ്ങനെയാണ്: കുറയ്ക്കുവാനോ കൂട്ടുവാനോ മാറ്റുവാനോ ആർക്കും കഴിയുകയില്ല. എന്തുകൊണ്ട്? അതിന്റെ ഉത്തരം കൂടെ പറഞ്ഞ് 14-ാം വാക്യം അവസാനിക്കുന്നു: ദൈവത്തെ മനുഷ്യൻ ഭയപ്പെടേണ്ടതിന് ദൈവം അത് അങ്ങനെ ചെയ്തിരിക്കുന്നു. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്ക് അറിയാൻ സാധിക്കുകയും അതിൽ നമ്മുടേതായിട്ടുള്ള പങ്ക്, സ്വാധീനം ചെലുത്തുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായേനെ? ഇതൊന്നുമില്ലാഞ്ഞിട്ട് ഇപ്പോൾ തന്നെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നാം നിലത്തും താഴെയുമല്ല. ഇനി അതിനെ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിച്ചു പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം അവരവർക്കറിയാം. അപ്പോൾ ദൈവം എത്ര വ്യക്തമായി തന്റെ സൃഷ്ടിയായ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടാണ് ദൈവം ഇത് ചെയ്തിരിക്കുന്നത്. ശാശ്വതമായി ദൈവം ക്രമീകരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനും ഒരു വിധത്തിലും അതിനകത്തിൽ പങ്കുചേരുവാൻ കഴിയുകയില്ല. കാരണം നാം ദൈവത്തെ ഭയപ്പെട്ട്, കീഴ്പ്പെട്ട്, അനുസരിച്ച് മുൻപോട്ട് ജീവിക്കണം എന്നത് ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനുമാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനം അതിന്റെ ഒരു മറുവശത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ദൈവത്തെ ഭയപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കായിട്ട് ഒരു സ്വാധീനവും ചെലുത്തി ഒരു കാര്യത്തിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റാത്ത വിധം ദൈവം
എന്നേക്കുമായി ക്രമീകരിച്ചിരിക്കുന്നു. ഈ സത്യം, ഈ പരമാർത്ഥം നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് പ്രാർത്ഥനയോടെ ഇതെന്റെ ജീവിതത്തിൽ ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കാൻ തയ്യാറായാൽ അവിടെ കൊണ്ട് പ്രശ്നം തീർന്നു. നിരാശ മാറി, പരിഭവമില്ല, പിണക്കമില്ല, പിന്മാറ്റമില്ല, യാതൊരുവിധ പരാതികളുമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചത്, നാം കടന്നു പൊക്കൊണ്ടിരിക്കുന്നത്, നാം നേരിട്ട് കൊണ്ടിരിക്കുന്നതിനെ ഒക്കെ ചൊല്ലി വിഷമമോ പരിഭവമോ പരാതിയോ ദൈവത്തോടോ ദൈവമക്കളോടോ ദൈവസഭയോടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്റെ ജീവിതത്തിൽ ദൈവം ഡിസൈൻ ചെയ്തത് ഇന്നതാണ്, അതിനകത്തിൽ എനിക്കൊരു വിധത്തിലും ഒരു പങ്കുമില്ല. അത് ഞാൻ സ്തോത്രത്തോടെ സ്വീകരിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തെ ഭയപ്പെട്ട് കീഴ്പ്പെട്ട് മുൻപോട്ട് പോകണം. അത് ഞാൻ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥനയോട്ട് മുമ്പോട്ട് പോകണം. അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്തവർക്കാണ് ഈ പരിഭവവും നിരാശയും സന്തോഷമില്ലായ്മയും ഒക്കെ ഉളവാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ രണ്ട് കൂട്ടരിൽ എന്റെ സ്ഥാനം ഏതിലാണ്? ദൈവം തന്നിരിക്കുന്നത് സ്തോത്രത്തോടെ യോബ് പറഞ്ഞതുപോലെ ഞാൻ സ്വീകരിക്കും. പ്രാർത്ഥനയോടെ അത് ഞാൻ ഉൾക്കൊണ്ട് മുൻപോട്ട് പോകും. ദൈവത്തിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഇതല്ലേ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത്, പാലിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്? അല്ല, ഒന്നിലും ഒരു തൃപ്തിയില്ല, ഒരു സന്തോഷമില്ല. ദൈവം എന്തെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ തന്നു. കിട്ടുമ്പം ഒരു സ്തോത്രവും ഒരു ഹല്ലേലൂയായി, കൂടിപ്പോയാൽ സഭയിലോ പ്രാർത്ഥനയിലോ ഒരു സാക്ഷ്യം, കഴിഞ്ഞു. പിന്നെയും മുഖം മ്ലാനമാണ്, ഹൃദയം ഒരു വിധത്തിലും സന്തോഷിക്കുന്നില്ല, ഒന്നിനോടും താല്പര്യമില്ല. എല്ലാത്തിലും പങ്കുചേർന്ന് ഇങ്ങനെ ഒരു താളത്തിൽ അങ്ങ് പോകുന്നു. സഹോദര സഹോദരി, അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ വേദപുസ്തകം പറയുന്ന ഒരു വിശ്വാസി അല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ദശാംശം കൊടുക്കുന്നുണ്ടായിരിക്കും, സുവിശേഷ വേലയിൽ പങ്കുചേരുന്ന ആളായിരിക്കും. ഒത്തിരി ആത്മീയ പ്രവർത്തനങ്ങൾ നിങ്ങൾ മുഖാന്തരവും നിങ്ങളുടെ ഭവന മുഖാന്തരവും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ദൈവവചനം പറയുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ യാതൊരു സ്വഭാവവും നിങ്ങൾക്കില്ല. ഇന്ന് ഒരു മടങ്ങി വരവിലേക്ക് എത്തിച്ചേരാം. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം ശാശ്വതമായി പ്ലാൻ ചെയ്ത്, പ്രീ പ്ലാൻ ചെയ്ത്, പ്രോഗ്രാം ചെയ്തത് 1 by 1 ആയി നടക്കുകയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു, സ്തോത്രത്തോടെ സ്വീകരിക്കുന്നു. അതിനപ്പുറത്ത് യാതൊരു പരാതിയും എനിക്കില്ല, സങ്കടവുമില്ല. സന്തോഷത്തോടെ ദൈവഹിതം എന്നിൽ നിറവേറട്ടെ. ഇതിലേതാണ് നമ്മുടെ സ്റ്റാൻഡ്? ഈ ദൈവഹിതം തിരിച്ചറിഞ്ഞ ഒരാള് എപ്പോഴും സന്തോഷിക്കും, ഒരു പരാതിയുമില്ല. ലഭിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവോടെ സ്തോത്രത്തോടെ മുൻപോട്ട് പോകും. അല്ലാത്തത്തോളം കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, വിശ്വാസിയാണെന്ന് പറയാം, ദൈവവേദലാണെന്ന് പറയാം, വലിയ ആത്മീയ പശ്ചാത്തലമൊക്കെ പറയാം, ജീവിതത്തിൽ
സന്തോഷിക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഒരു ഉത്സാഹവും താല്പര്യവും ഒന്നുമില്ലാതെ ഇങ്ങനെ നിരാശരായി മുങ്ങിയും താണും ഒക്കെ അങ്ങ് പോകും. അതിനാണോ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തന്റെ ഓമന കുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ച് യാഗമാക്കിയത്? ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വലിയ അന്തരമില്ലേ? അത് നാം പാലിക്കണ്ടേ? നാവ് കൊണ്ട് പറയുന്നതല്ല വിശ്വാസം. ജീവിതത്തിൽ പ്രതിസന്ധിയിൽ തെളിയിച്ചു കാണിക്കുന്നതാണ് വിശ്വാസം. ആ വിശ്വാസം തെളിയിച്ചു കാണിക്കണമെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു, അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് ഉൾക്കൊള്ളുവാനുള്ള ആത്മീയ വിശാലതയുണ്ടെങ്കിൽ നിശ്ചയമായും ഒരു വിശ്വാസിയായി. അങ്ങനെയെങ്കിൽ എൻ്റെ അവസ്ഥ എവിടെയാണ്, എന്താണെന്ന് സ്വയം ശോധന ചെയ്ത് പ്രാർത്ഥനയോടെ ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് വിരാമം കുറിക്കട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനം വ്യക്തമായി പറയുന്നു, മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുവാൻ ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നു. അർത്ഥാൽ മനുഷ്യന് ദൈവം ചെയ്തു വെച്ചിരിക്കുന്നതിൽ 1% പോലും പങ്കില്ല. കാരണം അത് ശാശ്വതമാണ്. പിന്നെയോ ഞാനും നിങ്ങളും അത് സ്തോത്രത്തോടെ സ്വീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചാൽ ദൈവത്തിന് അതിനകത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് വേദപുസ്തകത്തിൽ ധാരാളം തെളിവുകളുണ്ട്. സാറ മച്ചിയായിരുന്നു, റിബേക്ക മച്ചിയായിരുന്നു, ഹന്ന മച്ചിയായിരുന്നു. ദൈവം ഇവരുടെ ഗർഭപാത്രം അടച്ചിരുന്നു. ആ ദൈവം തന്നെ അവരുടെ പ്രാർത്ഥന കേട്ട് വ്യത്യാസം നൽകി, തലമുറകളെ നൽകി മാനിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്നത് സ്തോത്രത്തോടെ സ്വീകരിക്കുക. അത് വേദനയോ സങ്കടമോ വിഷമോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ദൈവത്തോട് നമുക്ക് പറയാം. അതിനുള്ള റൈറ്റ് ഉണ്ട്. പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ ദൈവത്തിന് കഴിയും. മനുഷ്യന് കഴിയുകയില്ല, പക്ഷേ ദൈവത്തിന് കഴിയും. അങ്ങനെ ഇന്ന് പകൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ, നിങ്ങളുടെ മകന്റെ മകളുടെ കാര്യങ്ങളിൽ, നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, നിങ്ങളുടെ ചില നിയമ വിഷയങ്ങളിൽ, നിങ്ങൾ നേരിടുന്ന ചില പ്രതിസന്ധികളിൽ ദൈവത്തിന് ചിലത് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം പ്രാർത്ഥനയോടെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവസരിൽ താണിരിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്യത്ഭുതം, മഹാത്ഭുതം ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ ഭയപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ ശാശ്വതമായത് ചെയ്തിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാനുള്ള ആത്മീയ വിശാലത ഞങ്ങളുടെ ഹൃദയത്തിന് നൽകണമേ. അതിനകത്തിൽ ഞങ്ങൾക്കൊന്നും കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് സകലത്തിന്മേലും അധികാരമുള്ള ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവപ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ ഒരുക്കണമേ.
ദൈവജനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച ഈ നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെ, അനുഗ്രഹത്തിന്റെ, നന്മയുടെ, സന്തോഷത്തിന്റെ ദിനമായി ഞങ്ങളുടെ പ്രവർത്തന കർമ്മമണ്ഡലങ്ങളിൽ ദൈവകൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് ഏറ്റവും നന്മയ്ക്കാണ് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ സ്വീകരിക്കുക. അല്ല, ചില പരീക്ഷകൾ, ചില വേദനകൾ, ചില പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടെങ്കിൽ തമ്പുരാനോട് പറയുക, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണം. നിശ്ചയമായും തൻ്റെ കുഞ്ഞുങ്ങൾ കരയുവാൻ, സങ്കടപ്പെടുവാൻ, വിഷമിക്കുവാൻ അനുവദിക്കാത്ത ദൈവം നമ്മുടെ സന്തോഷത്തിനു വേണ്ടി ദൈവം ഇടപെടും. ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വലങ്കരം പിടിച്ച് നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.